സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. കൂലി വളരെയേറെ പ്രമോഷൻസ്, വളരെ മികച്ച ആഡിയോ ലോഞ്ച്, ചിക്കിട്ട് വൈബ്, മോണിക്ക എന്നീ 2 സോങ്ങുകൾ വേറെ ലെവലിൽ ഹിറ്റ് എന്നീ ഹൈപ്പുകൾ കൊണ്ടും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ലോകേഷുമായിട്ട് കൈ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൊണ്ടും സൗബിൻ, നാഗാർജുൻ, അമീർ ഖാൻ, ഉപേന്ദ്ര അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളും ഉള്ള ഒരു സിനിമ എന്നുള്ള ഒരു ഹൈപ്പ് ഉണ്ട്. പിന്നെ ഇത് LCUവിൻ്റെ ഭാഗമാണോ ഈ സിനിമ എന്നുള്ള ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെ വന്നൊരു സിനിമയാണ് ഈ ഒരു കൂലി എന്ന് പറഞ്ഞ ഈ സിനിമ. ലോകേഷ് തന്നെ പറയുന്നുണ്ട്, ഇത് LCUവിൻ്റെ ഭാഗമല്ല, ഇതൊരു സ്റ്റാൻഡ് ലൈൻ സിനിമയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരൊറ്റ ഹീറോയിനെ വെച്ച് മറ്റ് LCUവിൽ പെടാത്ത ഒരു സിനിമയാണെന്ന് ലോകേഷ് തന്നെ പൊതുവെ പറഞ്ഞായിരുന്നു. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസ് ബേസിൽ എല്ലാവരും നന്നായിരുന്നു. രജനീകാന്ത്, നാഗാർജുൻ, സൗബിൻ, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര അങ്ങനെയുള്ള താരങ്ങൾ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് നല്ല ഒരു സ്ക്രിപ്റ്റ് ഇല്ല. മികച്ച ഒരു സ്ക്രിപ്റ്റ് വർക്ക് ഈ സിനിമയ്ക്കില്ലാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇത്തരം വലിയ താരങ്ങളെ കൊണ്ടുവന്നിട്ട് ഇത് ഒരു വീക്ക് സ്ക്രിപ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു കഥയെ പറഞ്ഞതിനകത്തില്ല. എന്താണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ സിനിമയിൽ എവിടെയും ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പോലും പറയത്തക്ക രീതിക്ക് പോലുള്ള ഒരു ഹൈത് എവിടെയും കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ സൗബിനാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ വെറുപ്പിക്കൽ. സൗബിൻ്റെ ആ ഒരു മോണിക്ക സോങ്ങിലെ പെർഫോമൻസ് കൊണ്ട് എല്ലാവരും കരുതി നല്ല ഒരു വില്ലൻ കഥാപാത്രമായിരിക്കുന്നു. ആ ഒരു കഥാപാത്രം സഞ്ചരിക്കുന്ന കുറേ പാത്ത് വേകൾ, സംഭവങ്ങൾ എന്തോന്നാണ് ഈ ലോകേഷ് എഴുതി വെച്ചിരുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്താണ് പുള്ളി ഈ ഒരു കഥാപാത്രങ്ങളും ഈ സിനിമയും കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. രജനീകാന്തിൻ്റെ കാര്യം പോട്ടെ, അദ്ദേഹത്തിൻ്റെ പറ്റുന്ന രീതിക്ക് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. സൗബിൻ്റെ കാര്യമാണ്, ഒരു പോലീസ് കോൺസ്റ്റബിളായി ഇരുന്നിട്ട് പിന്നെ വന്നിട്ട് അങ്ങ് കൊള്ളക്കാരന്മാരെ കൂടെ ചേർന്ന് എന്നിട്ട് കൊള്ളക്കാരന്മാർക്കിട്ട് പണി കൊടുക്കുന്ന നായകൻ്റെ വില്ലനാവുന്ന, ഒന്നീ നായകൻ്റെ വില്ലനായിരിക്കണം ഇല്ലെങ്കിൽ വില്ലൻ്റെ വില്ലനായിരിക്കണം. ഇത് ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കഥാപാത്രം. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ സിനിമയിൽ എഴുതി വെച്ചിരുന്ന ഒരു കഥയുടെ തീം ഇങ്ങനെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്മഗ്ലിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ആ ഒരു ഗ്യാങ് പെട്ടെന്ന് പിന്നെ ഓർഗൻ ട്രാഫിക്കിലേക്ക് കയറുകയാണ്. മനുഷ്യൻ്റെ ശരീരാവയവങ്ങളൊക്കെ എടുത്ത് പാർട്സിലേക്കുന്ന ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ മാറുമ്പോൾ എനിക്ക് സംശയമാണ്. അതായത് വൺ ഹൈപ്പിൽ നിന്ന് ഓരോ കള്ളക്കടത്തും സ്മഗ്ലിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഗ്യാങ് ഇതിലേക്ക് എത്തിരിക്കുകയാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി വന്നൊരു പോലീസാണ് ഈ സൗബിൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു അണ്ടർ കവർ കണക്കൊക്കെ വന്നിട്ട് പിന്നെ വില്ലന്മാരുടെ ഗ്യാങ് തന്നെ മാറുകയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സൗബിൻ്റെ ഒരു നോൺസെൻസ് സീനുണ്ട്. സൗബിൻ ഒരു പോലീസുകാരനാണ്, ഓക്കെ എന്നും പറഞ്ഞ് ഈ ഒരു പോലീസുകാരൻ തന്നെ മറ്റൊരു പോലീസുകാരനെ കൊല്ലൂ എന്നുള്ള കാര്യമാണ് എനിക്കറിയേണ്ട. അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു കഥയും കാര്യങ്ങളൊക്കെ. പിന്നെ ചിക്കിട്ട് വൈബ് സോങ്, മോണിക്ക സോങ്. ചിക്കിട്ട് വൈബ് സോങ്ങിന് തുടക്കം കണ്ടു കഴിഞ്ഞാൽ മറ്റേ പേട്ട സിനിമയിലെ മരണമാ സോങ്ങില്ലേ, ആ ഒരു സോങ്ങിൻ്റെ ഒരു തീം വെച്ച് അതേ കണക്കെടുത്ത് വെച്ചിരുന്ന ഒരു സ്ലോ ഫേസ് സോങ്. മോണിക്ക സോങ്ങാണ് ഏറ്റവും വലിയ കോമഡി ഇതിനകത്ത്. മോണിക്ക എന്ന് പറഞ്ഞാൽ ഒരു സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സോങ്ങിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടണം കേട്ടോ. കല്യാണ പെണ്ണ് വന്നിട്ട് ഐറ്റം ഡാൻസ് കളിക്കണം. പൂജ ഹെജിൻ്റെ കല്യാണമാണ്. കല്യാണ ചെറുക്കം അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കല്യാണ പെണ്ണൊന്ന് ഐറ്റം ഡാൻസ് കളിക്കുന്നത്. നല്ല കല്യാണ പെണ്ണ് ഇങ്ങനെ വേണം ചെയ്ത് വെക്കാണ്ട് എന്തോന്നൊക്കെയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പാണ് അമീർ ഖാൻ. അമീർ ഖാനെ കൊണ്ടുവന്നിട്ട് അങ്ങ് കോമാളിയായി കളഞ്ഞ്. ഞാൻ കരുതി വൺ ഹൈപ്പും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആ റോളക്സ് റേഞ്ചിനൊക്കെ ഒന്ന് പോകുന്ന കരുതി. റോളക്സിൻ്റെ ആ റേഞ്ചൊക്കെ തങ്കം ഇത് വെച്ച് നോക്കുമെങ്കിൽ അമീർ ഖാൻ വന്നിട്ട് എന്ത് കാണിക്കുകയാണത്, വെറും കോമാളി. ഇല്ല ജോക്കറിൻ്റെ കണക്ക് കുറച്ച് ഹിന്ദി പറയും, പിന്നെ തമിഴ് പറയും. ഇല്ല ജോക്കറിൻ്റെ ഒരു രീതി, ഒരു ഉപയോഗൃത കഥാപാത്രം. ഇവർക്ക് രജനീകാന്തൊക്കെ ഒരു പഴയ ഫ്ലാഷ് ബാക്ക് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ മുതൽക്കൂട്ടാക്കി വെച്ചിട്ട് അതുപോലെ നോക്കാതെ പിന്നെ അവരെ ഗ്യാങ്ങായിട്ട് മാറുകയാണ്. ഇയാളെന്ത് ഗ്യാങ്ങായിട്ട് മാറാൻ വേണ്ടിയാണ് ഇത്രയും ഹൈപ്പിട്ട് അവിടെ വന്നിരിക്കുന്നത്. ലോകേഷിൻ്റെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഫ്ലോപ്പ് സാധനം എന്ന് ഞാൻ പറയും. അത്രയേറെ വീക്ക് സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. അത്ര വീക്ക് എന്ന് വെച്ചാൽ അത്ര വീക്ക്. അമീർ ഖാനൊക്കെ വന്നിട്ടാണെങ്കിൽ അയ്യോ എനിക്കത് വീണ്ടും ആലോചിക്കാനേ വയ്യ. വന്നിട്ടങ്ങ് കോമാളത്തിന് ചമയുന്ന ഒരു കാര്യം. സൗബിനാണെങ്കിൽ പിന്നെ സൗബിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ട. ഒരാളെ ചിറ്റലിനൊക്കെ അടി കൊണ്ടിട്ട് പിന്നെ ഇല്ല അണ്ടർടേക്കർ കൈയും പോയിക്ക് വരത്തില്ല, റെസ്ലിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതേ കണക്ക് സൗബിനൊക്കെ എണിച്ച് വരുന്നു. ഇത്രയും വലിയ ഒരു അടിയും കാര്യങ്ങളും കിട്ടി പിന്നെ എണിച്ച് വരുന്നു. പിന്നെ നായകനെതിരെ തിരികെയാണ്. വില്ലനാണ് ഈ രീതിക്കാക്കി, എന്നിട്ട് നായകൻ്റെ പിറകെ പോണ കാര്യം അറിയാൻ പോയി. എന്നിട്ട് കുറേ ടോർച്ചർ സീനും കാര്യങ്ങളൊക്കെ ശ്രുതി ഹാസൻ ഇട്ട് അങ്ങ് വല്ലാണ്ട് കാണിക്കുകയാണ്. ഇത് ഒരു രീതിക്ക് ലോജിക്ക് എടുത്തൊരു കാര്യം. പിന്നെ ഇതിന് ഇത്രയും കാര്യം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രണയം പോയിക്കൊണ്ടിരിക്കുകയാണ്.
കന രവി എന്നൊരു ആക്ടറും രക്ഷിത റാം എന്നൊരു ആക്ട്രസ്സും. അയ്യോ, ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പ്രണയം പോലെ സംഭവം പോയിക്കൊണ്ടിരിക്കണം. വെറുപ്പിക്കൽ എന്ന് വെച്ചാൽ ഇത് കണക്കത്തെ വെറുപ്പിക്കൽ. ഒരു മുൾമുന്നിലൊരു സീൻ കയറി പോയാൽ പിന്നെ ഇവിടെ പ്രണയമാണ് കാണിക്കുന്നത്. അങ്ങനെ കുറേ രംഗങ്ങൾ കാണിച്ചു വെച്ചിട്ട് പിന്നെ വിക്രം സിനിമയിൽ ഏജൻറ്റ് ടീന ചെയ്തൊരു പെർഫോമൻസ് ഉണ്ട്. അതേ കണക്കുറണ ഈ രക്ഷിത റാം എന്നൊരു പെൺകുട്ടി കൊടുത്തിരുന്നു. ആ പെൺകുട്ടി നന്നായിട്ട് ചെയ്തു. പക്ഷേ ഈ കഥാപരമായിട്ട് അതിന് ഒരു ലോജിക്കില്ല. പിന്നെ ഇതിൽ വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കണ്ടുപിടുത്തമാണ്, പുതിയ കണ്ടുപിടുത്തം, സത്യരാജിൻ്റെ കണ്ടുപിടുത്തം. സത്യരാജിനെ നോക്കിയാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യരാജിൻ്റെ ഒരു തീം വെച്ചാണ് ഈ കഥ പോണത്. മനുഷ്യ ശരീരം ദഹിപ്പിച്ച് ഇല്ല എംസാൻ കണക്കാക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. കണ്ടാൽ തന്നെ ചിരി വരും കണ്ടു കഴിഞ്ഞാൽ. ഒരു മനുഷ്യ ശരീരം ഇത്രയേറെ ദഹിപ്പിച്ചങ്ങ് ഭസ്മാക്കുന്ന ഒരു കണ്ടുപിടുത്തം ചെയ്യുകയാണ്. അത് വെച്ച് കുറേ കാര്യങ്ങൾ ചെയ്ത് പിന്നെ അത് രജനീകാന്ത് ഏറ്റെടുക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പോയി എവിടെ ചെന്ന് എത്തിരുന്നു എനിക്കറിയാൻ വയ്യ. പിന്നെ കുറേ ഫ്ലാഷ് ബാക്ക്. രജനീകാന്തിൻ്റെ ഒരു സിനിമയുണ്ട് തീ എന്നൊരു പടം. ഈ തീ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ പോലെയൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഒരു കഥയും കാര്യങ്ങളും രജനീകാന്ത് പറയുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഫ്റ്റർ ഓൾ നോക്കുകയാണെങ്കിൽ മികച്ച കാസ്റ്റിങ്ങിൽ കൊണ്ടുവന്നിട്ട് ഏറ്റവും ദുരന്തം പിടിച്ചൊരു പടമായി പോയി ഒരു കൂലി എന്ന് പറഞ്ഞ ഈ സിനിമ. ശ്രുതിഹാസം ഉണ്ട് ഇതിനകത്ത്. മിസ് കാസ്റ്റിങ്. ഈ ലോകേഷിൻ്റെ ഇത്രയും നാളത്തെ ഈ ഒരു സിനിമ കരിയറിൽ ഇതേ കണ്ടത്തെ ഒരു മിസ് കാസ്റ്റിംഗ് റോള് വേറെ ഇല്ല. ശ്രുതിഹാസനെ കൊണ്ട് ഒട്ടും ആപ്റ്റാവുന്നില്ല. രജനീകാന്ത് തൊട്ടുള്ള ഒരു കോമ്പറ്റീഷൻ സീൻസ് പോലും ഒട്ടും അങ്ങോട്ട് വർക്കൗട്ടായില്ല. ശ്രുതിഹാസൻ്റെ പെർഫോമൻസ് ഈ കഥാപാത്രം വേറെ ട്രാക്കിലൊക്കെ പോകണം. പിന്നെ കുറേ സ്ഥിരം ക്ലീഷേ കാര്യങ്ങൾ, അച്ഛൻ സെൻറ്റിമെൻറ്റ്, കൂട്ടുകാരൻ സെൻറ്റിമെൻറ്റ്, അങ്ങനെ കുറേ പോണ്. കൂട്ടുകാരൻ പിന്നെ തല്ലിപ്പൊളിയാവുന്നു. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക്, എല്ലാം കൊണ്ടും പല വഴിക്കും എഴുതി വെച്ചിരിക്കുന്ന ഒരു കോപ്പിലെ സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ട എന്ന് മാത്രമേ അപ്പുറത്തുള്ളൂ. ഒരു രീതിക്കും ഒരു ഇതില്ലാത്ത. പിന്നെ ഈ സിനിമ വേണമെങ്കിൽ LC ഫാക്ടർ ആക്കായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. 2-3 ഹിൻഡ് പറയാം. ദില്ലി ഇപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലോ എവിടെയാണുള്ളത്. ലിയോ താമസിക്കുന്ന ഹിമാചൽ പ്രദേശിലാണ്. ഈ കഥ നടക്കുന്നത് മറ്റേ വിശാഖപട്ടണം ഏരിയയിലേക്കാണ് ഈ കഥയും കാര്യം നടക്കുന്നത്. അങ്ങനെ ഒരു ടച്ചൊക്കെ സുഖമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമാറ്. എന്നിട്ട് പോലും അതിന് ശ്രമിക്കാതെ ഇതൊരു സ്റ്റാൻഡ് ലോൺ പടമായിട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോയി പല വഴിക്ക് സഞ്ചരിക്കുന്നൊക്കെ. പിന്നെ ലോകേഷിൻ്റെ കുറേ തീരുന്നുണ്ടല്ലേ, പ്ലേലിസ്റ്റ് പരിപാടി ഉണ്ടല്ലേ, അത് കാണാൻ വേണ്ടി പറ്റി. അറിയപ്പെടാത്ത കുറേ സോങ്ങൊക്കെ വീണ്ടും ഒരു പുതുജീവൻ കൊടുക്കുന്ന പോലത്തെ കുറേ സോങ്ങുകളൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അത് ലോകേഷിൻ്റെ സ്ഥിരം ക്ലീശിയ സംഭവം കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റി. പിന്നെ നാഗാർജുനെ പറ്റി പറഞ്ഞ നാഗാർജുൻ്റെ പെർഫോമൻസ് ലുക്ക് എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ആഫ്റ്ററുള്ള എല്ലാ താരങ്ങളും പെർഫോമൻസിൽ മികച്ച് നിൽക്കുകയാണ്. പക്ഷെ എന്നും പറഞ്ഞ ഒരു അടിസ്ഥാന സ്ക്രിപ്റ്റ് ഇല്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പെർഫോമൻസിൽ എല്ലാവരും ഞെട്ടിക്കുന്നുണ്ട്. ഈ ശ്രുതിഹാസിൻ്റെ ഇത്തിരി ആ ഒരു ക്യാരക്ടറിന് അത്ര ശരിയല്ല. അത് അനുഷ്കയ്ക്ക് എന്തോ പറ്റിയ റോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊഴികെ ബാക്കിയെല്ലാം നന്നായിരുന്നു. ബാക്കിയൊന്നും എല്ലാം ഞെട്ടിക്കുന്നുണ്ട്. സൗബിനെയൊക്കെ പറ്റി പറഞ്ഞാൽ സൗബിൻ്റെ ഒരു കഥാപാത്രം എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഒരു പോലീസ് വേഷം കളഞ്ഞ് അവിടെ ട്രെയിനിൽ നിന്നൊരു പെണ്ണിനെയും കൊണ്ട് ചെന്നിട്ട് ഈ ഒരു ഗുണ്ടകളെ ഗ്യാങ്ങിൽ പോയി ചേരും. ഗുണ്ട ഗ്യാങ്ങിൽ പോയി ചേർന്ന് അവിടെ ജീവിക്കും. എന്നിട്ട് ആ ഗുണ്ട ഗ്യാങ്ങിൽ ചേർന്ന് ആ ഗുണ്ടക്കിട്ടിനെ പണി കൊടുക്കുകയാണ്. എന്നിട്ട് നായകൻ്റെയും വില്ലൻ ഗുണ്ടയുടെയും വില്ലൻ. എന്ത് എഴുതി വെച്ചേക്കാണെന്നൊരു പിടുത്തമില്ല. ഈ മാസ്റ്ററും ലിയോയും ഈ വിക്രമൊക്കെ എടുത്ത ലോകേഷ് തന്നെയാണ് എഴുതിയെന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയ്ക്ക് വീക്ക് സാധനം, ഒരു ഇമ്പാക്റ്റുള്ള സാധനം. പിന്നെ കുറേ BGM, ഫൈറ്റ്, കുത്തിക്കയറ്റി കുറേ അങ്ങനെ കുറേ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ. ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ പടം 10 പൈസയ്ക്കുള്ളതൊരു പടം. ഇതിൻ്റെ നെഗറ്റീവ് റെസ്പോൺസ് ഞാൻ രാവിലെ കേട്ടത്. ഇപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചില്ല. പക്ഷെ കണ്ടിട്ട് പറയാമെന്ന് കരുതി. എനിക്കും സെയിം അഭിപ്രായമാണ് തോന്നിയത്. ഒന്നുമില്ല. ആ റോളക്സിൻ്റെ എൻട്രിയൊക്കെ തങ്കം. അമീർ ഖാനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നശിപ്പിച്ചുള്ള അമീർ ഖാനെ കൊണ്ടുവന്ന് വില പോയി എന്നോണം പറയണ്ട. ആ കഥാപാത്രത്തിൻ്റെയും ആ ഒരു ലുക്കിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ദാഹ എന്ന് പറഞ്ഞ് കുറേ ഹൈപ്പ് കൂടണം നാഗാർജുൻ. എന്നിട്ട് പോലും കഥാപാത്രം വന്നിട്ട് ഒരിതുമില്ല. ബീഡി വലിക്കണം വന്നിരുന്നിട്ട് നമ്മുടെ രജനീകാന്തിൻ്റെ കൂടെ ബീഡി വലിച്ച് കുറേ ഗ്യാങ് ആവുന്നു. പിന്നെ ഉപേന്ദ്ര എന്നൊരു ആക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാത്രം ഈ സിനിമയിൽ അത്യാവശ്യം കൊള്ളായിരുന്നു. ഉപേന്ദ്ര മാത്രമാണ് ഈ ഒരു പെർഫോമൻസിൽ ഒത്തിരി മികച്ചു നിന്നത്. ആ ഒരു കോസ്റ്റ്യൂമും പിന്നെ ആ ഒരു പെർഫോമൻസും കൊണ്ട് ഉപേന്ദ്ര നന്നായിട്ട് തന്നെ റോൾ ചെയ്ത്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ നമ്മൾ ഈ ട്രെയിലറിൽ കണ്ട കുറേ ഹൈപ്പ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ വെറും ശോകം സീനാണ്. അതൊക്കെ നമ്മൾ ട്രെയിലറിൽ കാണുന്ന സീനുകളൊക്കെ വെറും ഒരു നിലവാരമില്ലാത്ത കുറേ സീനും കാര്യങ്ങളൊക്കെ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റ് ഇല്ലാത്തത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിഷയം. ലോകേഷിന് ഇങ്ങനെ ഒരു പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ വേണ്ടി പോലും പോയി. അത്രയ്ക്ക് ഹിറ്റ് സിനിമ എടുത്ത ലോകേഷിന് ഇപ്പോൾ എന്ത് പറ്റും ചിന്തിക്കുന്ന ഒരു വീക്ക് സ്ക്രിപ്റ്റിലെടുത്ത ഒരു ബ്രഹ്മാണ്ഡ കണക്കത്തെ കുറേ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിയൊരു പടം പോരാ അത്രയ്ക്ക് എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. ഇതാണ് കൂലി സിനിമയുടെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ ടെയിൽ എൻഡാണ് കുറേ കാര്യം വരുന്നുണ്ട്.
അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു രീതിക്കും ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ലോകേഷിൻ്റെ പടത്തിന് ഇമ്പാക്റ്റ് കിട്ടിയതെന്നാണ് പറയാനുള്ളത്. ഇതാണ് കൂലി സിനിമയുടെ റിവ്യൂ. പിന്നെ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നവർ ഒന്നും കൂടെ ചിന്തിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പടം പോരാ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം എന്നുള്ള കാര്യം മാത്രം പറഞ്ഞ് നിർത്തിയാണ്. ഇതാണ് കൂലി സിനിമയുടെ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ പറയാനായിട്ട്.